ുന്ന പേരോട് മുസ്ലിയാർ വരെ പറയുന്നത് സിറാജുൽ ഹുദയിൽ ജിന്നുകൾ പങ്കെടുക്കാറുണ്ട്. ഒരു ക്ലാസ്സിനെ ജിന്നുകൾ പങ്കെടുക്കുമ്പോ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ സിറാജുൽ ഹുദയിൽ ഉണ്ട്. റാത്തീബ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുസ്ലിയാർ കുട്ടി ബോധം കെട്ട് പിറഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ എന്താണ് സിറാജുൽ ഹുദയിൽ ആദ്യമുണ്ടായത് എന്ന് ആദ്യം പറയുന്ന ഭാഗത്ത് നിങ്ങൾ കേൾക്കുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല. അപ്പോഴും ഏത് രൂപത്തിലും എവിടെയുമൊക്കെ ഇവർക്ക് ഹാജരാകാം. ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. അതിനൊക്കെ അവർക്ക് അവരുടേതായ വകുപ്പുകളുണ്ട്. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, പേരോട് മുസ്ലിയാർ തന്നെ സിറാജുൽ ഹുദയിൽ ജിന്ന് വരുന്നതിനെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും അയാൾക്ക് ജിന്നിനോടുള്ള ബന്ധത്തെ പറ്റിയുമൊക്കെ നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും. എന്നോട് നേരിട്ട ജിന്നുകളുണ്ട്. നിങ്ങളെ വാദിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കലും ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന്. വടകരക്കാരനൊരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിം ഇങ്ങനെ ദിക്റ് ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീടിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തഅല്ലിമിനെ വിളിപ്പിച്ചു. എന്താണടാ? എന്നോട് ഉസ്താദേ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും മുട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും ദിക്റ് ചെല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടുപോയി. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്റ് ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. അതിലൊരു ജിന്ന് ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മൂപ്പരെ വഅളിന്റെ മജ്‌ലിസിൽ ഒരുപാട് ജിന്നുകൾ, അത് സുന്നികൾ, ഏതാ ഗ്രൂപ്പ് എന്നും കൂടി പറയായിരുന്നു. KP ഗ്രൂപ്പിന്റെ അല്ലേ ഇപ്പൊ അവിടെ സിറാജുൽ ഹുദയിൽ കയറി വരുള്ളൂ അല്ലേ? അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ കാര്യങ്ങളുണ്ട്. മൂപ്പർക്ക് ഭയങ്കര ബന്ധാവരോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമല്ലോ. ഇങ്ങളെ വയലുകാക്കാനൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ തക്ബീർ ചെല്ലുന്നതൊക്കെ ഈ കോലങ്ങളാ. നിങ്ങളെ ഈ മജ്‌ലിസിലൂടെ ഇടയ്ക്കിങ്ങനെ ഈ തക്ബീർ ആവേശത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ കൈവക്കിയിട്ട് പറയുന്നു. ഇതൊക്കെ ആരാണിത്? അപ്പോ ഈ നിലക്കാണ് ഇയാളുടെ ഒരു പ്രചരണം. പലപ്പോഴും ഇങ്ങനെ എന്റെ അടുക്കൽ വരും, ഞാൻ വലിയ മഹാനാണ്, ആ നിലക്ക് എനിക്ക് അവരോടൊക്കെ വലിയ ബന്ധാണ്. ഞാൻ ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയ പേരാ. ഞങ്ങളവിടെ വന്നപ്പോ നിങ്ങളൊരു കുട്ടി ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് തൊട്ടുവിട്ടേ ഉള്ളൂ, ഒന്ന് തലോടിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവര് തൊട്ടപ്പോഴേക്ക് ഈ കുട്ടി അങ്ങ് ചാടിപ്പോയില്ല, അങ്ങ് വീണുപോയില്ലേ, ഒന്നൊരു വിഷയാക്കാനില്ല എന്ന മട്ടിൽ മൂപ്പര് പറയുന്നു. മാത്രല്ല അതൊന്നും അല്ല സംഗതി. ഇനി എവിടെ നിങ്ങൾ ഇവരെ ആരെയും കണ്ടാലും തെറ്റിദ്ധരിക്കാനും പാടില്ല എന്നാണ്. ഇവരെ ആരെയും നിങ്ങൾ എവിടെ കണ്ടാലും പ്രശ്നമാക്കരുത്. പേരോടിനെ കണ്ടേക്കും, തൈക്കണ്ടി ഉസ്താദിനെ കണ്ടേക്കും, അങ്ങനെ പലരെയും കണ്ടേക്കും. മുതഅല്ലിമീങ്ങളെയും ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ കാണുമ്പോ പെണ്ണുങ്ങമാര് സഹോദരികളൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല, അതൊക്കെ ജിന്നുകളായിരിക്കട്ടോ എന്നൊക്കെയുള്ള മട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അധികമാകണ്ട, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ അതൊന്ന് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഏതൊക്കെ നിലക്ക് എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതുകൂടി സഹോദരങ്ങളെ നിങ്ങൾ കേൾപ്പിച്ച് നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി ഞാൻ വിശദീകരിക്കാം. ബാക്കി കൂടി മൂപ്പർ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട്, തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട്, തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. ഞാനൊന്നും പറയണില്ല. ഈ പോയിലുള്ള സാമ്പിള് മൂപ്പര് പണ്ട് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താ. ചെക്കിയാട് പോയ കഥ ഓർമ്മ പുതുക്കാനാ, ചെറുതായിട്ടൊന്ന്. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട് സദസ്സിൽ ഇല്ലേ? ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ. അവരെന്നോട് ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദ് പോയിട്ടില്ല. അതേ സമയത്ത് പോയവർ കാണുന്നത് അവര് വടകരണ്ടൊരു നെയ്യ് കള്ളത്തരീക്കത്തിൽ ഒരു തങ്ങളെ അട്ടള്ളത്തരീക്കത്തിൽ
ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ച് ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്നങ്ങനെ ഒക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ സൈക്കൻഡ് സാഹിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളെ തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റ്യാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇരിച്ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തരീക്കത്താരോട് ശൈഖ് വലിയ കലാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, അപ്പൊ ജിന്ന് വെച്ചിക്കേട്. എന്റെ വക യാതൊരു വിശദീകരണവും നടത്തുന്നില്ല. ഇത് ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ ജിന്നിന്റെ കാര്യം. പലതവണ പേരോട് ഇങ്ങനെ പറയുന്നു, സൈൻ സലഫി എത്ര വില വന്നു, എന്താ ജിന്നിനെ പറ്റി മിണ്ടാത്തത്, ഒന്നാണ് മിണ്ടിക്കളയാം. അതാണിപ്പോ പറയാൻ കാരണം. വേറൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല. വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഇവിടെ